ഇമാജിൻ ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു പോഷ് അപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങൾ എലഗൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്ത് ഒരു പാർട്ടിക്ക് പോവുകയാണ്. ആ പാർട്ടിക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾ സഞ്ചരിക്കുന്ന കാറിന്റെ വിൻഡോയിലൂടെ നിങ്ങൾ ഒരു ദൃശ്യം കാണുകയാണ്. അതായത് നിങ്ങളുടെ അമ്മ വഴിയരികിലെ ഒരു ട്രാഷ് ക്യാനിൽ നിന്ന് ഭക്ഷണം പെറുക്കുകയാണ്. ഇത് കാണുന്ന നിങ്ങളുടെ അമ്മ നിങ്ങളെ കാണാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സീറ്റിനടിയിലേക്ക് ചുരുങ്ങുന്നു. ഇതാണ് ജിയനറ്റ് വാൾസിന്റെ കഥ. ജിയനറ്റിന്റെ ഫാദർ റെക്സ് ഒരു ജീനിയസ് ആയിരുന്നു, അതുപോലെ തന്നെ ആൽക്കഹോളിക്. റെക്സ് തന്റെ മക്കൾക്ക് ചെറുപ്പം മുതലേ ഒരു പ്രോമിസ് നൽകിയിരുന്നു. തന്റെ ഫാമിലിക്ക് വേണ്ടി അദ്ദേഹം ഒരു കാലത്ത് ഒരു ഗ്ലാസ് കാസിൽ പണിയാമെന്നും അതൊരു ഫുള്ളി സോളാർ പവർഡ് ഹോം ആയിരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രോമിസ്. ആ കാസിൽ പണിയാനുള്ള ചെലവിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. മരുഭൂമിയിൽ നിന്ന് സ്വർണം കണ്ടെത്തുക. അതിന് പ്രോസ്പെക്ടർ എന്നൊരു ഡിവൈസും അദ്ദേഹം കണ്ടെത്തി. വാൾസ് ഫാമിലിക്ക് സ്ഥിരമായ ഒരു അഡ്രസ് ഇല്ലായിരുന്നു. അവരൊരു തരം നൊമാഡ്സിനെ പോലെയാണ് ജീവിച്ചിരുന്നത്. ചില സമയത്ത് അരിസോണയിലെ മൗണ്ടനുകളിൽ, ചില സമയത്ത് അപ്പലേഷ്യൻ മൗണ്ടനിലെ ആളൊഴിഞ്ഞ വീടുകളിൽ, ചിലപ്പോൾ വഴിയരികിൽ, ഇങ്ങനെയൊക്കെയാണ് ഫാമിലി ജീവിച്ചിരുന്നത്. ജിയനറ്റിന്റെ അമ്മ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. തന്റെ കഴിവിൽ അവർ അതിയായി അഭിമാനിച്ചിരുന്നു. ജീവിതത്തിലെ ദൈനംദിന കാര്യങ്ങളൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്തിരുന്നത്. താനും തന്റെ കുടുംബവും ബേസിക് ഫെസിലിറ്റീസ് ഇല്ലാതെ ദാരിദ്ര്യത്തിൽ ജീവിക്കുക, ഇതൊക്കെ ഒരു സർവൈവൽ ട്രേറ്റ് ആയിട്ടാണ് അവർ കണ്ടിരുന്നത്. ഗ്ലാസ് കാസിൽ ഒരു കാലത്തും നിർമ്മിക്കപ്പെട്ടില്ല. ടോക്സിക് ആയ പാരന്റിങ്, ബേസിക് ഫെസിലിറ്റീസ് ഇല്ല, വൃത്തിഹീനമായ ജീവിത സാഹചര്യങ്ങൾ, പട്ടിണി, ദാരിദ്ര്യം, ഇതൊക്കെയായിരുന്നു വാൾസ് ഫാമിലിയുടെ ജീവിതം. ആ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും രക്ഷപ്പെടാതെ തങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല ജീവിത സാഹചര്യം ഉണ്ടാകില്ല എന്ന് ആ മക്കൾ തിരിച്ചറിഞ്ഞു. മക്കൾ ഓരോരുത്തരായി വാൾസ് ദമ്പതികളെ വിട്ട് ന്യൂയോർക്കിലേക്ക് ചേക്കേറി. അവർ ഓരോരുത്തരായി അവരുടെ രീതിയിൽ അവരുടെ ജീവിതം ഷേപ്പ് ചെയ്തു. ജിയനറ്റ് ഒരു ജേർണലിസ്റ്റായി, സിസ്റ്റർ ലോറി ഒരു ആർട്ടിസ്റ്റും, ബ്രദർ ബ്രയാൻ ഒരു പോലീസ് ഓഫീസറും. പക്ഷേ ഇവർക്കെല്ലാം ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ അവരുടെ പേരൻസിന്റെ ഐഡന്റിറ്റി സമൂഹത്തിൽ നിന്ന് മറച്ചു വെക്കേണ്ടി വന്നു. ജിയനറ്റ് പിന്നീട് ഒരു പുസ്തകത്തിലൂടെ ലോകത്തോട് തന്റെ കഥ പറഞ്ഞു. അതാണ് ദ ഗ്ലാസ് കാസിൽ.